ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും നോമ്പൊക്കെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ ഇന്ന് തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ 2 കപ്പ് പാലാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളിന്ന് പാൽ തിളപ്പിച്ച് അതിലോട്ട് റവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തരിക്കഞ്ഞൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇതിടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള റവ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ കട്ടിയില്ലാണ്ട് ഇത് ഉണ്ടാക്കുന്നത്. കട്ടിയില്ലാണ്ട് കുടിക്കാനാണ് രസം. കൂടുതൽ റവ ചെന്ന് കഴിഞ്ഞാൽ നല്ല കട്ടിയായി പോവും. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളിവിടെ പിന്നെ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇതിലോട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഓഫാക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം വറുത്ത് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്, തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളിതാ ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ടൊന്ന് വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പല സ്ഥലത്തും പല ടേസ്റ്റിലാണ്. ചില സ്ഥലത്തു നിന്ന് കുടിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റായിരിക്കും, കട്ടിയൊന്നുമില്ലാതെ. ചിലവർ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പലതരത്തിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നെയ്യ് അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കുണ്ടാക്കിയ തരിക്കഞ്ഞിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാക്കിയത് പഴം വാട്ടിയതാണ്. നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇന്ന് എണ്ണയിൽ ഫ്രൈ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കിയില്ല. ഇന്ന് നെയ്യൊക്കെ ഇട്ടിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുത്ത് ചെറുതാക്കി മുറിച്ചെടുത്തതിന് ശേഷം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും മോളും ഒക്കെ നല്ലതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും. അപ്പോൾ ഇതിൽ പഞ്ചസാരയും തേങ്ങയും ഒക്കെ ഇട്ട് ഏലക്കായ വേണമെങ്കിൽ പൊടിച്ചിടാം. ഏലക്കായുടെ ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ മോൾക്ക് അത് ചുവ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട ബജിയും പിന്നെ മുളക് ബജിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കടലമാവും മൈദപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് മുട്ടയും ഒക്കെ ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴേ കിട്ടുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വൈകുന്നേരത്തെ പണികളും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിച്ച് വെക്കുക. പിന്നെ നമുക്ക് നിസ്കാരത്തിൻ്റെയും ബാക്കിയുള്ള സമയത്തിനൊക്കെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. കൂടുതൽ സമയം കിച്ചണിൽ നിന്ന് ഓരോ കാര്യങ്ങളായിട്ട് നിൽക്കാതെ വേഗം തന്നെ പണി തീർത്ത് പോവുക. എന്നാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ സമയം വേണം കിച്ചണിൽ നിന്നിട്ട്. അപ്പോൾ നമ്മൾ എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്ന് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കുറേ സമയം ഓതാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം കിട്ടുള്ളൂ. ഞാനൊരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് കിച്ചണിലോട്ട് വരാറുള്ളൂ. കൂടുതൽ പണികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരും. അപ്പോൾ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നേരം വൈകിട്ടാണ് കിച്ചണിലോട്ട് വരുള്ളൂ. അതുവരെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഓത്തും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കിച്ചണിലോട്ട് വരാറുള്ളൂ. പിന്നെ ഇനി ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളും ജ്യൂസിനുള്ള കാര്യങ്ങളും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അതിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സമൂസ പൊരിക്കണുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊരിച്ച സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ. പക്ഷേ കുട്ടികൾക്കുള്ള വീടുകളിലൊക്കെ ഇതില്ലാഞ്ഞാൽ പറ്റില്ല. കുട്ടികൾക്കൊക്കെ ഇത് ആവശ്യമാണ്. എങ്കിലും നമ്മൾ കുറച്ചൊക്കെ പൊരിക്കുക, ബാക്കിയൊക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ ജ്യൂസിനായിട്ട് പപ്പായയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച്
ഐസ് ക്യൂബും പിന്നെ പഞ്ചസാരയും പാലും ഒരു ഏലക്കായൊക്കെ ഇട്ടിട്ട് നമ്മളിത് നല്ലതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ജ്യൂസൊക്കെ. അങ്ങനെ എന്താ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ്. അപ്പോൾ ഇനി ബാക്കി വീഡിയോ മോളുടെ വകയാണ്. ഇനി മോളാണ് ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത്. അവൾക്ക് മൊഹിറ്റോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവളാണ് ഇനി ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളിന്ന് വിംറ്റോ മൊജിറ്റോ ഉണ്ടാക്കാൻ പോണേ, ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് തന്നെ നമ്മളുടെ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് ഗ്ലാസ്സിനുള്ളിൽ കഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ പുതിന ഇട്ട് കൊടുക്കണം. പുതിന ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ ഐസ് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വിംറ്റോ ഒഴിച്ചു കൊടുക്കണം കുറച്ച്. പോയി അടുത്ത നമ്മളുടെ വിംറ്റോ ആണ് ഒഴിച്ചു കൊടുക്കാൻ പോണ. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ച് കയറിപ്പോയിട്ട് വന്ന്. അപ്പോൾ ഇതാ നമ്മൾ വിംറ്റോ ഒക്കെ ഒഴിച്ച് എല്ലാം മിക്സാക്കിക്കോ. പിന്നെ നമ്മൾ ഇഫ്താർ ആകുമ്പോഴാണ് നമ്മൾ അതിനുള്ളിലേക്ക് നമ്മൾ 7up ഒഴിച്ചു കൊടുക്കുക. നമ്മളുടെ റിസൾട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടെ നമുക്ക് നല്ല ഉഷാറിൽ നോമ്പും കാര്യങ്ങളൊക്കെ അള്ളാഹു നല്ല രീതിയിൽ തന്നെ നമുക്കെല്ലാവർക്കും എടുക്കാനുള്ള ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിതാ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ ഇതാ നമ്മളുടെ ടേബിൾ മേലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളൊരുപാട് ഫ്രൂട്ട്സും ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് ഐറ്റംസെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഒരുപാട് കട്ട് ചെയ്തിട്ട് ബാക്കിയാക്കിയിട്ട് വെക്കാറില്ല. ഫ്രൂട്ട്സൊക്കെ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴേ തന്നെ കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു റമദാൻ കരീം.